ഈ സിനിമ കൊണ്ട് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ നിവിൻ പോളിയെ അതേ ചാം, അതേ ക്യൂട്ട്നെസ്, അതേ മാനറിസം, അതേ കോമഡി, ആ ഒരു സാധനത്തിൽ നമുക്ക് തിരിച്ചു കിട്ടി. രണ്ട്, നമുക്ക് ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ സിനിമയിലൂടെ നമുക്ക് പുതിയൊരു നടിയെ കിട്ടിയിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, റിയ ഷിബു. കാരണം വേറെ ആര് ചെയ്താലും ഓവർ ആവാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പുള്ളിക്കാരി നല്ല നൈസായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ദെൻ യു ഷുഡ് ഫീൽ ദ റിയൽ ഡെലുലു. ഈ സിനിമയുടെ ഡെലുലു എന്നൊരു വാക്ക് കിട്ടി. എന്തായാലും നൈസായിട്ടുണ്ട് ആ ഒരു ഡെലുലു. പിന്നെ നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ പൊക്കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇത് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ എടുക്കും? കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു അനാട്ടമി ബോഡി കിട്ടിയാൽ അങ്ങനെ അകത്തിറങ്ങി പരിശോധിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. പക്ഷെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഇത്. അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ വെറുതെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നമ്മൾ പലയിടത്തും കണ്ടുമറന്ന കഥകളാണെങ്കിൽ പോലും അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, മേക്കിങ്ങിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് നിവിൻ പോളിയെ ഇങ്ങനെ കണ്ടപ്പോൾ അതിൽ തന്നെ എനിക്ക് ഈ സിനിമ വർത്താണ്. നിവിൻ പോളിയുടെ അജു വർഗീസിന്റെ ആ ഒരു കോംബോ. കാരണം പണ്ട് നമ്മൾ ഇവരെ പ്രൈം ടൈമിൽ കണ്ട ആ ഒരു കോംബോ ഉണ്ടല്ലോ, ഇവർ വലുതായി. ഇപ്പം വലുതായതിനു ശേഷമുള്ള ഇവരുടെ ഒരു കോംബോയാണ് അത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളിത് സിനിമ എങ്ങനെ എടുക്കും എന്നുള്ളതിലാണ്. ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ഷുഡ് ഡെഫിനറ്റ്ലി ഫീൽ ദ ഡെലുലു.